മറ്റുള്ളവരെ കൊണ്ട് ആചരിപ്പിക്കണം. ഇതാണ് വൈദികന്റെ ധർമ്മം. അങ്ങനെ വരുമ്പോൾ അതിൽ പല ഘടകങ്ങളും വരും. നമ്മുടെ നമ്പൂതിരിമാരെ സംബന്ധിച്ച് മാത്രം എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളൊന്നും ഒരു സുപ്രഭാതത്തിൽ ഒരു വ്യക്തിക്ക് തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങളോ അറിവുകളോ അല്ല. അനേക സംവത്സരങ്ങളുടെ ആർജിച്ച അറിവാണ് ആചാരാനുഷ്ഠാനങ്ങളായിട്ട് ശ്രുതി, സ്മൃതി, പുരാണങ്ങളിലൂടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അല്ലാതെ കൊണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി മനുവിനെ മാത്രം ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ മനു മാത്രം കണ്ട മനു അതുവരെ ഉണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങളെ ക്രോഡീകരിച്ച് അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ സമയത്ത് അദ്ദേഹം തയ്യാറാക്കി സ്മൃതിയാക്കി മനുസ്മൃതിയിട്ടുണ്ട്. ഷോഡശകർമ്മങ്ങൾ നമ്പൂരിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഷോഡശകർമ്മങ്ങൾ, ഈ ഷോഡശകർമ്മങ്ങൾ നാളെ മുതൽക്ക് ഇങ്ങനെ ആയിക്കോട്ടെ, ഗർഭാധാരാദി 16 കർമ്മങ്ങൾ നമ്പൂരിമാർ അനുഷ്ഠിക്കണം എന്ന് എനിക്കങ്ങനെ തോന്നുക. ഞാനത് പറയാൻ നടത്താക്കാം. അങ്ങനെ സംവിധാനമല്ല എന്നാണ് നമ്മൾ ആദ്യം നിൽക്കുന്നത്. അവിടെയാണ് ഈ പുതിയ ആധുനിക വീക്ഷണത്തിലൂടെ ഏതോ ഒരു പുതിയ വാക്കുകൾ ആ പദങ്ങൾക്ക് പ്രസക്തി വരുന്നത്. അങ്ങനെയല്ല. എത്ര കാലത്തെ നിരന്തരമായ വിദ്യ അറിവ് നേടി അതിനെ ക്രോഡീകരിച്ചതാണ് സ്മൃതികൾ. എല്ലാറ്റിനും അടിസ്ഥാനം ശ്രുതികൾ തന്നെയാണ്, വേദങ്ങൾ തന്നെയാണ്. അപ്പോൾ വേദങ്ങളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ വേദങ്ങൾ അപൗരുഷയാണ്, ഋഷിമാരെ അധിഷ്ഠിതമാണ്. അതൊക്കെ എല്ലാവർക്കും സുവിദിതമായുള്ള കാര്യങ്ങളാണ്. അതിൽ പക്ഷഭേദം ഇതുവരെ ആരും പ്രകടിപ്പിച്ചിട്ടില്ല. പിന്നീട് വരുന്നതൊക്കെ അതത് കാലത്ത് ഋഷീശ്വരന്മാർ, പണ്ഡിതന്മാർ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ അതിനെ കാലാനുസൃതമായിട്ട് ത്യാജ്യ ഗ്രാഹ്യ വിവേകത്തോടെ വേണ്ടത് സ്വീകരിക്കുക, ഉപേക്ഷിക്കേണ്ട ഉപേക്ഷിക്കുക, കാലാനുസൃതം എല്ലാത്തിനും ഉപേക്ഷിക്കുക. അങ്ങനെയുള്ള മനോബുദ്ധിയോട് കൂടിയിട്ടാണ് സ്മൃതികളും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഒരു ഘട്ടത്തിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലാണ് ഒരു ഘട്ടത്തിലും ഒരു കടുംപിടുത്തം നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. അടിസ്ഥാനപരമായ കാര്യത്തിന് ചില നീക്കുപോക്കുകൾ അവരുടെ കാലത്ത് വരുത്താറുണ്ട്. അതുകൊണ്ടാണ് ഒന്നിലധികം സ്മൃതികൾ ഉണ്ടാവാൻ ഇടയായത്. ഇത്തരം ആചാരാനുഷ്ഠാനങ്ങളെ ആചാരവും അനുഷ്ഠാനവും ഒന്നിച്ച് പറയുകയാണെങ്കിലും സ്വല്പ വ്യത്യാസങ്ങളുണ്ട്. ഷോഡശകർമാദികളൊക്കെ അനുഷ്ഠാനങ്ങളാണ്. ഗർഭാധാനം മുതൽക്ക് അഗ്നിയാധാനം വരെയുള്ള 16 നമ്മുടെ നിത്യദാനവുമായി ബന്ധപ്പെട്ട 16 കർമ്മങ്ങൾ. ഇത് നിയതമാണ്. എന്നാൽ ആചാരങ്ങൾ മാറ്റം ഉണ്ടാവാം. ശിവപുരത്തെ ആചാരം ആയിക്കൊള്ളണമെന്നില്ല തൃശ്ശൂരുണ്ടാവാം, അതായിക്കൊള്ളണമെന്നില്ല തളിപ്പറമ്പിലുണ്ടാകാം, എരിഞ്ഞാലക്കുട വ്യത്യാസം ഉണ്ടാവാം. പ്രാദേശികമായിട്ടും ചില എരിയാലക്കുട ഗ്രാമത്തിൽ മാത്രം എടുക്കുകയാണെങ്കിൽ ചില പ്രാദേശിക വൈദിക സൂത്രഭേദത്തിൽ ഇതുവഴിയിൽ തന്നെ ബൗധായനം ബാധൂലകമുണ്ട്. അങ്ങനെ സൂത്ര വ്യത്യാസങ്ങൾക്കനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവും. അവിടെ തന്നെ ഉണ്ടാവാം. പിന്നെയും ഈ ഞങ്ങളെ പദം ഇങ്ങനെയാ പരുവ എന്ന് പറയുന്ന വ്യത്യാസങ്ങളുണ്ടാവും. ഇതിനെയൊക്കെ നിയന്ത്രിക്കാനും അതത് സമയത്ത് സമൂഹത്തിന് വെളിച്ചമായി സമൂഹത്തെ നേർവഴിക്ക് നയിക്കാൻ ഉള്ള ബാധ്യതയാണ് വൈദികന്മാർക്കുള്ളത്. അത് പ്രത്യേകിച്ച് ശ്രൗത കർമ്മങ്ങളിൽ. അങ്ങനെ വരുമ്പോൾ അവിടെയാണ് പിന്നീടാണ് ഗ്രാമഭേദങ്ങൾ വരുന്നത്. ഒന്നുകൂടി ഉറപ്പിക്കാം, വൈദികൻ എപ്പോഴും സ്വയം ആചരിച്ച് കാണിക്കണം, മറ്റുള്ളവരെ കൊണ്ട് ആചരിപ്പിക്കാനും ബാധ്യതയാണ്. പിന്നെ വൈദിക ധർമ്മം എന്താ? ആപത്ഘട്ടങ്ങളിൽ ഏത് സന്ദർഭങ്ങളിൽ
പ്രത്യേക ഘട്ടങ്ങളിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ വേദ സ്മൃതികൾക്ക് അല്ലെങ്കിൽ അതിൽ വിധിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് മാറ്റങ്ങളൊന്നുമില്ലാതെ, അല്ലെങ്കിൽ അതിൽ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചില സന്ദിഗ്ധ ഘട്ടങ്ങളിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് എടുക്കാനുള്ള അധികാരവും അത് നടപ്പാക്കാനുള്ള ചുമതലയും വൈദികന്മാർക്കാണ്. ഓരോരോ ഗൃഹത്തിനും നമുക്കൊക്കെ ഓരോ ഓദിക്കന്മാരുണ്ടാവും. മിക്കവാറും കേരളത്തിലെ 90% ഇല്ലങ്ങൾക്കും ഒരു ഓദിക്കൻ ഉണ്ടാവും. ചില ഇല്ലങ്ങൾക്ക് ഓദിക്കനും വൈദികനും ഒന്നായിട്ടുണ്ടാവും. മിക്കവാറും വേറെ ഇതിലും കാണാറ്. ഈ സ്വാർത്ഥ കാര്യങ്ങളിലേക്കാണ് സാധാരണ നമ്മൾ ഓദിക്കൻ ഉപയോഗിക്കാറ്. ചടങ്ങ് കഴിപ്പിക്കാൻ, ഉണ്ണിയുണ്ടായി അല്ലെങ്കിൽ കുട്ടിയുണ്ടായി, നാമകരണാദികൾ, അങ്ങനെ മുന്നത്തെ ഗർഭ സംസ്കാരങ്ങൾ വേണം, വിവാഹാദികൾ വേണം. ഇത്തരം കാര്യങ്ങളിൽ അതൊക്കെ നടപ്പാക്കാൻ നമ്മുടെ ഓദിക്കൻ, ഇല്ലത്തെ ഓദിക്കനെയാണ് ശ്രമിക്കാറ്. പ്രാഥമികമായിട്ട് എല്ലാ കാര്യങ്ങളും സംശയ നിവാരണത്തിന് ഓദിക്കനെയാണ് ശ്രമിക്കുന്നത്. ഓദിക്കനും ചിലപ്പോൾ സംശയങ്ങൾ വരാൻ അടുത്ത സ്റ്റേജാണ്, അടുത്ത ഉപരിതല ഒരു സമിതിയാണ് വേണമെങ്കിൽ പറയാം, വൈദികന്റെ. അപ്പോൾ വൈദികന് അവിടെയും ഒരു ഉയർന്ന സ്ഥാനമാണ്. വൈദികന്റെ വിധിയാണ് അവസാന വാക്ക്. ആചാരാനുഷ്ഠാനങ്ങളിൽ അവസാന വാക്ക് വൈദികന്റെ വിധി. ഇത് നമ്പൂതിരിമാർക്ക് മാത്രം ബാധ്യതയല്ല ആയിട്ടുള്ളതല്ല, ഇതര സമുദായ അംഗങ്ങളും കൂടി അവർക്ക് പ്രത്യേകിച്ച് ബാധിക്കുന്നത് കുലവാലായ്മകൾ അല്ലെങ്കിൽ അവരുടെ അവിടെയും വൈദികനൊരു റോള് ഉണ്ടെന്ന് പറയാൻ കാരണം, എനിക്ക് പരിചയമുള്ള തെക്കാട് വൈദികന്റെ അവിടെ ചില പുസ്തകങ്ങൾ പരിശോധിച്ചാൽ കാണാം. ചില ആൾക്കാരുടെ സംശയങ്ങൾ ചോദിച്ചു അവിടെ വലിയ പുസ്തകം തന്നെ തെക്കാടുണ്ട്. ഓരോരുത്തരും വന്നാൽ എന്താ സംശയം, എന്താണ് ആ സംശയം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന എല്ലാത്തിനും ഇന്നാൾ വന്നു, ഇന്ന സംശയം ചോദിച്ചു, അതിന് അന്ന് കൊടുത്ത മറുപടി ഇന്നതാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായി. ആ കൂട്ടത്തിൽ നമ്പൂതിരിമാരല്ലാത്തവരുടെ ആചാരങ്ങളെക്കുറിച്ച് ചോദ്യം വന്നത് അതിന് ആ സമയത്ത് അന്നത്തെ തെറ്റാട് നൽകിയിട്ടുള്ള ഉത്തരവും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈദികന്റെ ധർമ്മം നമ്പൂതിരിമാരെ അതാണ് സമൂഹം ആദ്യം എടുത്ത് പറയാം. സമൂഹം അറിവില്ലായ്മയിൽ നിന്ന് അല്ലെങ്കിൽ വേണ്ടത്ര ഇത്തരം കാര്യങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് സമൂഹത്തെ ഒരു നല്ലൊരു വെളിച്ചം കാണിച്ചുകൊണ്ട് അവരെ നേർവഴിക്ക് നയിക്കാനുള്ള ചുമതലയാണ് വൈദികന്മാർക്ക്. ഇതാണ് വൈദികന്റെ ധർമ്മമായിട്ട് ആദ്യമായി പറയുന്നത്. ഇനി നമ്മുടെ നമ്പൂതിരി സമുദായത്തെ മാത്രം കേന്ദ്രീകരിച്ച് പറയുകയാണെങ്കിൽ 32 ഗ്രാമങ്ങൾ, 32 ഗ്രാമങ്ങളാണ് കേരള ഭാഗത്തുള്ളത്. ആ 32 ഗ്രാമങ്ങളിലും ഉണ്ടോ എന്നറിയില്ല, രേഖയൊന്നറിയില്ല. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രാമമായിരുന്നു പന്നിയൂർ ഗ്രാമം. 32 ഗ്രാമങ്ങളിൽ എല്ലാം കൊണ്ടും മുൻപന്തിയിൽ നിന്നിരുന്ന ഗ്രാമമാണ് പന്നിയൂർ ഗ്രാമം. ഐതിഹ്യം പറയുന്നത് 3 വേദങ്ങളിലും ഉള്ള 1000-ഓളം ഇല്ലങ്ങൾ പന്നിയൂർ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. അത്രയും സമ്പന്നമായിരുന്നു. സാമ്പത്തികം ഉണ്ടായിരുന്നു. പ്രത്യേക സാമ്പത്തികമല്ല, വിജ്ഞാനത്തിന്റെ ഒരു കേന്ദ്രം തന്നെയായിരുന്നു പന്നിയൂർ ഗ്രാമം. ആ പന്നിയൂർ ഗ്രാമത്തിൽ അന്വേഷിച്ചറിഞ്ഞതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവാട്ടോ. അത് തിരുത്താനും തയ്യാറാണ്. ഇനി ആരെയും പിന്നീട് സൂചിപ്പിച്ചാലും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അവിടെ ഒരു സഭായോഗമാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അവസാന തീരുമാനം എടുക്കാനായിട്ട് പന്നിയൂർ സഭാമഠങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെയും അതിന് മുന്നേ ആവശ്യമാണോ ഈ
ഈ ഭാഗത്തില്ലേ എന്താ പറയുക കരിയാർപ്പടയ്ക്ക് അല്ലാതെ അതിന് മുന്നേ അവിടെ ഒരു അവിടുന്ന് അതിന് ശേഷമാണല്ലോ അവിടുത്തെ ഇല്ലാതെ ഉണ്ടായപ്പോഴാണല്ലോ ബാക്കിയുള്ള ഈ വാർത്തയ്ക്ക് വന്നത് ക്രമസമർദ്ദിക്ക് വന്നത്. അവിടെ ഇതുപോലെ സംവിധാനം ഉണ്ടായിരുന്നു, ഗ്രാമസഭകൾ ചെയ്യുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും പലപ്പോഴും വിഷയം വരാത്ത എഴുതി ശ്രമിക്കാം. അപ്പൊ അതുപോലെ പന്നിയൂര് സഭാമാഷം ഉണ്ടായതായിട്ട് രേഖയുണ്ട്. ആ സഭയിൽ വെച്ചിട്ടാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചത്, സംശയങ്ങളൊക്കെ തീരുമാനിച്ചത്. അവിടെ പ്രത്യേകിച്ച് വൈദികന്റെ സ്ഥാനം ഉണ്ടാകും. ഞാൻ അടുത്ത കാലത്ത് കൂടി പല ഒരു അന്വേഷിച്ചു. അപ്പോൾ ഒരു വൈദികന്റെ പേര് അവിടെ ആ ഘട്ടത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വരുന്നുണ്ടോ. പിന്നീട് പന്നിയൂർ ഗ്രാമത്തിന് അധപ്പതനം സംഭവിച്ചു. രാഷ്ട്രീയ കാരണങ്ങളെ കൊണ്ട് തന്നെയാണ്. സാമൂതിരിയാണ് പ്രധാന കാരണക്കാരൻ. നമ്പൂതിരി സമുദായത്തെ ഇത്രയും ദ്രോഹിച്ചിട്ടുള്ള വേറെ രാജാവില്ല സാമൂതിരിക്ക്. പന്നിയൂരിനെ മുച്ചുകൂട് മുറിക്കാൻ സാമൂതിരിയാണ് മുന്നിട്ടത്. ഒരു ഘട്ടത്തില് വേദം ചെല്ലുന്ന ഒരു ഇല്ലമുണ്ടെങ്കിൽ, ഓത്ത് ചെല്ലുന്ന ഇല്ലമുണ്ടെങ്കിൽ നാളെ ആ ഇല്ലം അവിടെ ഉണ്ടാവരുതെന്നാണ് സാമൂതിരി കൽപ്പന. അത്ര തീക്ഷണമായി. അപ്പൊ അതിനുവേണ്ടി തൻ്റെ കീഴിലുള്ള പടത്തലവന്മാരായ ആളുകൾ ഒക്കെ എന്നെ നമ്പൂതിരി പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ടാണ്. എല്ലാ വിഭാഗത്തിലുള്ള അത് രണ്ടാം ഘട്ടത്തിലാട്ടോ. ആദ്യം അപ്പൊ അങ്ങനെ അത്രയും വേദത്തിനെ പന്നിയൂർ ഗ്രാമത്തെ അങ്ങനെ പറയുന്നത്, പന്നിയൂർ ഗ്രാമത്തെ ഒരു അപകടത്തിൽ കാരണം പലതുണ്ട്. പലതിലൊന്ന് ഈ സാമൂതിരിയുടെ രാഷ്ട്രീയമായ ഇടപെടൽ. അതിന് വേറെ കാരണമുണ്ട്. സാമൂതിരിക്ക് പന്തിഭോജനം വേണം, ഉത്തമ ക്ഷത്രിയനെ പോലെ കണക്കാക്കണം എന്നൊക്കെ തർക്കം വന്നതൊക്കെ വേറെ വിഷയം. നമുക്ക് ഇപ്പോൾ വിഷയമില്ല, ചർച്ചയിൽ വരുമ്പോൾ തന്നെയാണ് എന്തുകൊണ്ടാണ് അതൊക്കെ. എന്തായാലും ആ പന്നിയൂർ ഗ്രാമമായിരുന്നു എല്ലാ നിലയ്ക്കും ഈ അധപ്പതനത്തിന് ശേഷം ശുഗവരി ഗ്രാമത്തിനായി ആ സ്ഥാനം. ഏറ്റവും അധികം നമ്പൂതിരിമാരുള്ള ഗ്രാമവും ശുഗവരായിരുന്നു. നമ്പൂതിരി ഇല്ലങ്ങളുള്ള ഗ്രാമം ശുഗവരായിരുന്നു പന്നിയൂർ കഴിഞ്ഞാൽ. പിന്നെ ആ ഒരു കാലഘട്ടത്തിൽ ആയിരിക്കാം ഏറ്റവും പണ്ഡിതന്മാരും മോത്തന്മാരായിട്ടുള്ള ആളുകളും ഉള്ള ഒരു ഗ്രാമമായിരുന്നു ശുഗവരി ഗ്രാമം. ഈ പന്നിയൂർ ഗ്രാമത്തിന് അധപ്പതനം സംഭവിച്ചതോട് കൂടിയിട്ട് അവിടെ നിന്ന് നല്ലൊരു ശതമാനം നമ്പൂതിരിമാരും അവർക്ക് പലായനം ചെയ്തു, പലവഴിക്കും. ഇന്ന് എരിഞ്ഞാലക്കുടയും വേദനാട്ട് ഗ്രാമത്തിലൊക്കെയുള്ള അതുപോലെ പെരുവനത്തും ഉള്ള കുറച്ച് അധികം എരിഞ്ഞാലക്കുടയ്ക്ക് അറിയില്ല നമ്പൂതിരിമാരും നല്ലൊരു ഭാഗം. അതുപോലെ വടക്കോട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോയ കുറേ ഇല്ലങ്ങൾ ഈ പന്നിയൂരിൽ നിന്ന് മൈഗ്രേഷൻ അതിൽ വന്ന് കുടിയൊഴിഞ്ഞ് പോരേണ്ടി ആ സാമൂതിരിയുടെ അല്ലെങ്കിൽ മറ്റൊരു വേഷം കേട്ടോ, പന്നിയൂരപ്പനെ തൊട്ട് പൊട്ടിക്കാൻ കഥകൾ എഴുതിയിരിക്കുന്നതാണ്. അത് പ്രസക്തരാണെന്ന് അറിയുന്നില്ല. ഏതായാലും ആ ലഹളക്കാലത്ത് അവിടെ നിന്ന് നാടുവിട്ട് പോരേണ്ടി വന്നവരാണ് ഇന്ന് എരിഞ്ഞാലക്കുട ഗ്രാമത്തിലുള്ള നല്ലൊരു വിഭാഗം നമ്പൂതിരിമാർ. അവർ വേദനാട്ട് ഗ്രാമത്തിലുള്ള നല്ലൊരു വിഭാഗം നമ്പൂതിരിമാർ. ശുഗപുരം ഗ്രാമത്തിലുള്ള അശ്വലായന്മാരും സാമവേദിയും ഈ പന്നിയൂരിൽ നിന്ന് മൈഗ്രേഷൻ സംഭവിച്ചതാണ്. പെരുവനം ഗ്രാമത്തിലുള്ള കുറേ ഇല്ലങ്ങളും പന്നിയൂരിൽ നിന്നാണ് അത്ര വന്നിട്ടുള്ളത്. അപ്പോൾ പന്നിയൂർ ഗ്രാമത്തിൽ നിന്ന് തൊട്ടടുത്തുള്ള ശുഗപുരത്തേക്ക് ആണ് നല്ലൊരു പലായനം ഉണ്ടായിരുന്നത്. പിന്നെ ഈ പലായനം സാമൂതിരിയുടെ ഇടപെടൽ അല്ലാതെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഉണ്ടായിട്ടുണ്ടല്ലോ. വീണ്ടും അവിടെ നോക്കാം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ പന്നിയൂര് ഗ്രാമത്തിന് പന്നിയൂർക്കാര് എന്ന് പറയുന്ന ആകെ 50 ഇല്ലങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഈ പണ്ട് 1000 ഇല്ലങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഐതിഹ്യം പറയുന്നതിൽ നിന്ന് ഇന്ന് അവിടെ അവശേഷിക്കുന്നത്. ഇന്നും തെക്കോട്ടൊക്കെ പോയാൽ ആരത്തേക്ക് മുഴുവൻ പരിചയമില്ലാത്ത അവിടെ ഇപ്പോഴും അവർ ആൾക്കാർ പന്നിയൂരും തൊഴാൻ വരുന്നവരുണ്ട്.
ഇത് ഇതാണ് വരുന്നത്. വൈദ്യന്മാർ സുഖപ്പെടുത്താണ്. പിന്നെ ക്രിയാദികൾക്ക് പിന്നെ അവർ ക്ഷാമൂർത്തിക്കാൻ ആദ്യം പണം വയ്ക്കുക. പക്ഷെ ഇവിടെ വന്നാൽ ഇപ്പം എനിക്ക് എൻ്റെ ചാർച്ചക്കാരൻ്റെ തെരുവുള്ളതാണ് ഇവിടെ വന്നാൽ പന്നിയൂർ. അപ്പോൾ അവർ ഏറ്റവും അടിയിൽ പന്നിയൂരിൻ്റെതായ ഒരു എന്താണ് ബീജം അവരുണ്ടായെന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ പന്നിയൂർ ഗ്രാമത്തിൽ ഇപ്പോൾ വൈദികന്മാരെ പ്രത്യേക വൈദികന്റെ പേരൊന്നും കേൾക്കുന്നില്ല. എന്നാൽ ശുഗപുരം ഗ്രാമത്തിൽ ഋഗ്വേദികളായ കൗശീതക ഗോത്ര വിഭാഗക്കാർ മാത്രമേ ശുഗപുരത്തിലുണ്ടായിരുന്നുള്ളൂ. കൗശീതക സൂത്രക്കാർ മാത്രമാണ് ശുഗപുരം ഗ്രാമത്തിൽ പണ്ടുണ്ടായിരുന്നത്. പിന്നീട് ഇന്ന് ശുഗപുരത്ത് കാണുന്ന സാമവേദികളും പകഴിയും എന്ന് പറഞ്ഞ ആശ്യലായന്മാരും പന്നിയൂരിൽ നിന്ന് വന്നവരാണ്. ഇന്ന് ശുഗപുരത്തെ വൈദികന്മാർ തെക്കാട് വൈദികനും ചെറുമുക്ക് വൈദികന്മാർ. കഴിഞ്ഞ 3-4 നൂറ്റാണ്ടുകളുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ എല്ലാ നിലയ്ക്കും പാണ്ഡിത്യം കൊണ്ടും ഭാവം കൊണ്ടും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഗ്രാമമായിരുന്നു ശുഗപുരം ഗ്രാമം. അകത്ത് ഗ്രാമ വൈദികന്മാർ. അതുപോലെ പെരുവനം ഗ്രാമത്തിലേക്ക് വന്നാൽ ശുഗപുരത്തിൻ്റെ ഒപ്പം കണക്കാക്കുന്ന പഴയ കാലത്തെ ഗ്രേഡൊക്കെ നോക്കുമ്പോൾ എന്താ വ്യത്യാസം ഉണ്ടോന്ന് നോക്കണ്ട. ഒപ്പം കണക്കാക്കുന്ന മറ്റ് 2 ഗ്രാമങ്ങളാണ് പെരുവനവും പെരുവനം. പെരുവനം ഗ്രാമത്തിലെ 2 വൈദികന്മാരാണ് പെരുമ്പടക്കും കപ്ലിങ്ങും. എരിഞ്ഞാലക്കുട ഗ്രാമത്തിലെ 2 വൈദികന്മാരാണ് കൈമുക്കും പന്തലും. ഇതുപോലെ മറ്റ് ഗ്രാമങ്ങളിലും വൈദികന്മാർ ഉണ്ടായിരുന്നിരിക്കണം. പ്രധാനപ്പെട്ട ഏറ്റവും വടക്കേ അറ്റത്തുള്ള പെരിഞ്ചല്ലൂർ തളിപ്പറമ്പ് ഗ്രാമത്തിലെ 2 വൈദികന്മാരാണ് പുടയൂര് എന്ന് പറയാറുണ്ട്. 10 പുടയൂർ ഇല്ലങ്ങളുണ്ടായിരുന്നു. അതിൽ 4 ഇപ്പോൾ ഉള്ളത്. അതിൽ 2 പുടയൂരുമാർക്കാണ് വൈദിക സ്ഥാനം ഉള്ളത്. ശുഗപുരത്തിൻ്റെ തന്നെ കീഴിലെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോഷകമെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിൽ വാക്ക് ഉപയോഗിക്കാം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അസ്ഥാനത്താവരുതെന്ന് വിചാരിക്കുന്നതാണ് ആലത്തിയൂർ ഗ്രാമം. തിരൂർ ഭാഗത്തുള്ള ആലത്തിയൂർ. ഈ ആലത്തിയൂർ ഗ്രാമത്തിൻ്റെ വൈദികരായിരുന്നു ശുഗപുരത്തിൻ്റെ പരിധിയിൽപ്പെട്ട തന്നെ കോതാങ്ങലവും മുന്നൂരും. അതിൽ മുന്നൂരും ഇല്ല, അന്യം നിന്ന് കോതാങ്ങൽ ഇപ്പോഴും. അതുപോലെ കോഴിക്കോട് ഭാഗത്ത് 21 ദേശക്കാർ ഒരു ഗ്രൂപ്പുണ്ട്. അവരുടെ വൈദികനായിട്ട് മേപ്പള്ളി. അതുപോലെ കരിക്കാട് ഗ്രാമത്തിൻ്റെ മഞ്ചേരിയുള്ള കരിക്കാട് ഗ്രാമം. ഈ കരിക്കാട് ഗ്രാമത്തിലെ വൈദികന്മാരാണ് വെള്ളക്കാട്ടുപട്ടൻ. അദ്ദേഹത്തിന് വൈദിക സ്ഥാനമുണ്ട്, സ്മാർത്തൻ്റെ സ്ഥാനം. പെരുവന ഗ്രാമത്തിൽ തന്നെ കുറച്ച് ആളുകൾ, കുറച്ച് ഇല്ലക്കാർ കണ്ണന്നൂര്, പട്ടാമ്പിക്കടുത്ത കണ്ണന്നൂര് താമസാക്കി. അവര് ഈ പെരുമ്പടപ്പിൻ്റെയും കപ്പിളിഞ്ഞാടിൻ്റെയൊക്കെ അതിൻ്റെ ഒരു കീഴ്ഘടകം എന്ന നിലയ്ക്ക് ഇടവന, കണ്ണന്നൂർ ഇടവന ആണ് ഒരു വൈദികനായിട്ട് കണക്കാക്കുന്നത്. കേട്ടിട്ടുണ്ട്? കണ്ണന്നൂർ ഇടവന വൈദികനായിട്ട് അത് കണ്ണന്നൂർക്കാർക്ക് മാത്രമേ ബാധകമുള്ളൂ. ആ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞ് പിന്നെ അപ്പീൽ കോടതിയിലേക്ക് പോകേണ്ടതുള്ളൂ. പ്രാഥമിക കാര്യങ്ങളൊക്കെ ഈ ഇടവനായിട്ട് കഴിയും. അങ്ങനെയൊരു സംവിധാനമാണ് ഉണ്ടായിരുന്നത്. ഇതാണ് വൈദികൻ വിന്യാസം. ഇനി ഇവിടെ ഒരു വിവാദമായേക്കാവുന്ന ഒരു കാര്യം കൂടി പറയാം. വ്യക്തമായ രേഖാമൂലമുള്ള തെളിവുകളൊന്നും
വിദ്യ എങ്കിലും വാമൊഴിയായി കേട്ടു വന്നിട്ടുള്ളതാണ് ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ളത്. അതിന് ആധികാരികതയെക്കുറിച്ച് ഇപ്പോൾ ഇത് ഫേസ്ബുക്കിലോ ഒക്കെ പോയാൽ തന്നെ ചോദ്യങ്ങളും ഒക്കെ വരാം. പക്ഷെ പറയാണ്ടിരിക്കാൻ നിർത്തിയില്ല, സൂചിപ്പിക്കാതെ മാത്രമേ ഉള്ളൂ. അതിന് തർക്കത്തിനൊന്നുമില്ല. കേട്ടറിവുകൾ അതൊക്കെ അറിയുന്ന കാര്യമാണ്. ശുഗവരം ഗ്രാമത്തിലെ വൈദികന്മാരായിരുന്നു നെട്ടം, നരം. കണ്ടില്ല ഞാൻ നെട്ടത്തെയാണ്. നെട്ടം എന്നും നരം എന്നും രണ്ട് ഇല്ല. സാമൂഹികമായുള്ള വഴക്കിനെ തുടർന്നാണ് നെട്ടത്തിനും നരത്തിനും, നരെന്നും നരയമെന്നും നരവമെന്നും ഒക്കെ വാമൊഴിയായി കേട്ടാറുണ്ട്. ഈ സ്ഥാനം ഒഴിയേണ്ടി വന്നത്, അല്ലെങ്കിൽ സാമൂതിരി ബലാത്കാരേണ ഈ സ്ഥാനത്ത് നിന്ന് ഈ രണ്ടുപേരെ മാറ്റിയത്. ഇന്ന് കേട്ടാൽ വളരെ നിസ്സാരം തോന്നുന്ന ഒരു കാര്യമാണ്. പണ്ടൊക്കെ ഇല്ലങ്ങളില്, ക്ഷേത്രങ്ങളില് വെളിച്ചെണ്ണയാണ് ശുദ്ധമായിട്ട് വിളക്ക് വയ്ക്കാനും ബാക്കിയെല്ലാം ഉപയോഗിച്ചത്. പിന്നെയും ഈ എള്ളെണ്ണയും കടലെണ്ണയൊക്കെ പിന്നെ ഒന്നുണ്ടായിരുന്നു. ഈ വെളിച്ചെണ്ണ കുറെ പേരെങ്കിലും ചക്കിലാട്ടിയത് വെളിച്ചെണ്ണ അതിന് അവകാശപ്പെട്ട ആളുകളുണ്ട്. അവരെ ആട്ടിക്കൊണ്ടുവന്ന് കാരണം ശുദ്ധമായി ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ സാമൂതിരിക്ക് അറബികളുമായുള്ള ശ്രമം, അറബികളാണ് ഈ സാമൂതിരി ഞാൻ പറഞ്ഞത്, അതിന് പിന്നെ നല്ല ഭാഗം അറബികളാണ്. കുറെ ജാതി മതം എന്നല്ല ഉദ്ദേശിക്കുന്നത്, അറബികളാണ്. ഈ അറബികളുടെ കച്ചവടം ഉപേക്ഷിക്കാൻ പറ്റില്ല. അവർ എല്ലാം അറിവുകളൊക്കെ കൊണ്ടുവന്നത് വലിയത്രയും പ്രബലരാക്കി തീർത്തതൊക്കെ സാമൂതിരിയാണ്. അപ്പൊ അവർ കൊണ്ടുവരുന്ന വെളിച്ചെണ്ണ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ ഉപയോഗിക്കണം. അതിന് വൈദികന്റെ അനുവാദം. വിഷയം വന്നപ്പോൾ രണ്ടവും നരവും അതിനെ എതിർത്തു. പറ്റില്ല, പറ്റില്ലെങ്കിൽ നിങ്ങൾ മാറിക്കൊള്ളും, നിങ്ങൾ വൈദികന്മാരാണ്, നിങ്ങൾ വൈദികന്മാരാവണ്ട എന്ന് പറഞ്ഞ് നട്ടത്തെയും നരത്തെയും വൈദിക സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുന്നു. ചെറുക്കിനെയും തെക്കാനെയും അവിടെ അവരോധിച്ചു എന്ന് ആണ് ഒരു വേർഷൻ. എന്തായാലും കുറച്ചൊക്കെ സത്യാവസ്ഥ ഇല്ലാതിരിക്കാൻ നോക്കിയ, കാരണം ഇത് വാമൊഴിയായി കേട്ടത് പകർത്തി എഴുതിയതായിരിക്കാനും കുഞ്ഞുകുട്ടൻ തമ്പുരാന്റെ കേരളം എന്നുള്ള മഹാകാവ്യത്തിന് സൂചനയുണ്ട്. കേരളത്തിൽ കാവ്യം വായിച്ചു നോക്കിയാൽ ഇങ്ങനൊരു ഘട്ടത്തിൽ അതിൻ്റെ വ്യാഖ്യാനത്തിലാണ് ഘട്ടം എന്നൊക്കെ പറയുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് കുഞ്ഞുകുട്ടൻ തമ്പുരാൻ പറയുന്നുണ്ട്. വൈദ്യമർത്തിൻ്റെ പുസ്തകങ്ങളിൽ ഇതിൻ്റെ പരാമർശം കാണേണ്ടതാണ്. തെളിവ് ഇന്ന് കിട്ടുന്ന എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് എൻ്റെ അച്ഛൻ പറഞ്ഞെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇതിൽ തന്നെ മറ്റൊരു വേർഷൻ കൂടിയുണ്ട്. ഈ മൈഗ്രേഷൻ്റെ സമയത്ത് പല്ലൂരിൽ നിന്ന് ഉള്ള ആ പലായനങ്ങളുടെ കൂട്ടത്തിൽ നേരത്തെ കുറെ സുഖത്തിലും കുറെ മറ്റ് ഗ്രാമങ്ങളിലൊക്കെ പോയിരുന്നു. ഈ അവസരത്തിൽ തന്നെയാണ് ഈ സാമൂതിരിയുടെ ഇടപെടലും ഈ നടത്തിയും ഈ സ്ഥാന ഭ്രഷ്ടനാക്കൽ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പന്നിയൂരിൽ നിന്ന് വന്നിട്ടുള്ള ആശ്വലായനന്മാരുടെ പഴയക്കാരുടെ വൈദികനായിരുന്നു പറയാം. ഇത് തെറ്റാലും ചെറുപ്പം വിവാദം ഉണ്ടാവും കേട്ടോ. മുൻകൂർ ഞാൻ എടുക്കുന്നത് ഇത് പറഞ്ഞ ഞാനല്ല, ഇത് പണിക്കത്തിൻ്റെ പുസ്തകത്തിലുള്ളതാണ്. എനിക്ക് അതിൻ്റെ കർത്തൃത്വമില്ല. ഈ ഇവിടെ പന്നിയൂരിൽ നിന്ന് വന്നിട്ടുള്ള ആശ്വരായന്മാരുടെ വൈദികനായിരുന്ന തെക്കാടിനെയും ചെറുക്കിനെയും കൗശീതകനും കൂടിയാക്കിയിട്ട് മാറ്റിക്കൊണ്ടിരുന്നു. അവർക്ക് ഈ ശുഭകരം ഗ്രാമത്തിൻ്റെ കൗശീതകന്മാരുടെ കൂടി വൈദിക സ്ഥാനം അവർക്ക് കൽപ്പിച്ചു കൊടുത്തു സാമൂതിരി. അതിന് ആഴവാഞ്ചേരി തമ്പ്രാക്കളുടെ നേതൃത്വത്തിൽ സഭ കൂടുകയും
ഒരു പണ്ഡിതന്മാരൊക്കെ കൂടി തീരുമാനിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പണിക്ക് പിന്നെ ആത്തശ്ശേരിയുടെ പുസ്തകം, ക്ഷമിക്കുക നേരത്തെ പറഞ്ഞ പഠിക്കുന്നത് ആത്തശ്ശേരിയുടെ പുസ്തകത്തിൽ പരാമർശം നടത്തുക. സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല. ഏതായാലും കഴിഞ്ഞ ഒരു 4 നൂറ്റാണ്ട്, നേരത്തെ പറഞ്ഞ പോലെ 4 നൂറ്റാണ്ടായിട്ട് ശുഗവരം ഗ്രാമത്തിൻ്റെ വൈദികന്മാർ സംശയലേശമെന്നേ പറയാം തൈക്കാട് ചെറുക്കുവാണ്. അവിടെയുള്ള അനേകം തലമുറകളിൽ പ്രഗത്ഭന്മാരായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർ ഈ 2 ഇല്ലങ്ങളിലും ഉണ്ടായിരുന്നു. അവരുടെ കീഴിൽ തന്നെയാണ് ശുഗവരം ഗ്രാമത്തിലെ അതിൻ്റെ മേന്മയും പ്രസിദ്ധിയും അന്നും ഇന്നും നിലനിൽക്കുന്നത്. ഈ വൈദികന്മാർക്ക് എല്ലാ ഗ്രാമത്തിലും 2 വൈദികന്മാരെ നേരത്തെ സൂചിപ്പിച്ചു. ശ്രൗത വിഷയത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു വൈദികൻ യാഗം ചെയ്യുന്ന വിഭാഗം, മറ്റേ വൈദികൻ യാഗം ചെയ്യിക്കുന്ന ആളുമാണ്. എല്ലാ ഗ്രാമത്തിലും ഒരു വൈദികൻ യാഗാദി കർമ്മങ്ങളൊക്കെ ശ്രൗതകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരിക്കും. മറ്റേ വൈദികൻ യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യിക്കുന്ന ആള്. സംശയങ്ങൾ നിവാരണം ചെയ്യാനും അത് വിധിക്കാനും ഒക്കെ അധികാരമുള്ള ആള്. ആ നിലയ്ക്ക് ശുഗവരം ഗ്രാമത്തിൽ തെക്കാട് വൈദികൻ കാര്യങ്ങളെല്ലാം ചെയ്യിക്കുന്ന ആളും ചെറുമുക്ക് വൈദികൻ യാഗം ചെയ്യുന്ന ആളും നാളെ പലതരക്കെ തിരുവാതിരന്മാർ കഴിയുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ചെറുമുക്ക് വൈദികനാണ് യാഗാധികാരം എന്ന് വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. അധികാരം പക്ഷേ രണ്ടുപേർക്കുണ്ടാവും. പക്ഷേ അന്നത്തെ ഡിവിഷനനുസരിച്ചായിരിക്കാം ചെറുമുക്കാണ് യാഗം ചെയ്യുന്ന ആള്, തെക്കാട് യാഗം ചെയ്യിക്കുന്ന ആളായിട്ടാണ് കണക്കാക്കിയത്. അങ്ങനെയാണ് നടന്നു വരുന്നത്. പിന്നെ പെരുവനം ഗ്രാമത്തിലേക്ക് വന്നാൽ ഇതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ഈ തെക്കാട് വൈദികൻ എന്ന് പറഞ്ഞാൽ യാഗം ചെയ്യാറില്ലെങ്കിലും അദ്ദേഹം ഇപ്പോൾ ശരിക്കും തെക്കാട് ഇല്ലം അന്യം നിന്ന് അവിടെയുള്ള ഇടവന വലത്തേടത്ത് നമ്മളിടത്ത് നിന്ന് ദത്താണ് ഇരുന്നതാണ് ഇപ്പോഴത്തെ തെക്കാട്. അദ്ദേഹത്തിൻ്റെ ഇടമണിക്ക് യാഗമുണ്ട്. തെക്കാട് മണി ഇപ്പോൾ യാഗം ചെയ്യാവുന്ന ആൾക്ക് ആരായിരുന്നു ഉണ്ടായത്. അതൊക്കെ വൈദികമായി നിലനിൽക്കുന്നതാണ്. ഏതായാലും ശുഗവരത്തെ കുറിച്ച് അങ്ങനെ പറയാം. പെരുവനത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ കപ്ലിങ്ങാടും പെരുമ്പടപ്പുമാണ് വൈദികന്മാർ. കപ്ലിങ്ങാട് പെരുമ്പടപ്പ് യാഗം ചെയ്യുന്ന വൈദികനും കപ്ലിങ്ങാട് യാഗം ചെയ്യിക്കുന്ന വൈദികനും. പെരുമ്പടപ്പിലാണ് യാഗാധികാരം ഉള്ളത്. കപ്ലിങ്ങാടിന് കപ്ലിങ്ങാട് യാഗം ചെയ്യാറില്ല. പെരുമ്പടപ്പിനെ കുറിച്ച് പറയുമ്പോൾ മതവുമായി ബന്ധപ്പെട്ടതായി പല ഐതിഹ്യങ്ങളുണ്ട്. അനേകം ദത്ത് ഉണ്ടായ കുടുംബമാണ് പെരുമ്പടപ്പ്. ഇന്നലെ ശേഖരിച്ചമാരോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ 16ാമത്തെ ദത്തനാണ്. ഇപ്പോൾ 16 ദിവസത്തിൻ്റെ അതിൻ്റെ അർത്ഥമാണ്. അതെല്ലാം പിടിക്കപ്പെടുമ്പോൾ നല്ല ഇന്നത്തുന്നതാണ്. അവിടെ 2 പേരുണ്ടെങ്കിൽ ഒരാൾ സ്വാഭാവികമായിട്ടും പെരുമ്പടപ്പിലേക്കുള്ളതാണ്. അടുത്ത കാലം വരെയും പിടിക്കപ്പറമ്പിൽ യാഗം ചെയ്തു വന്നിരുന്നു. ഈ പെരുമ്പടപ്പിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശനാണ്. ആരാരൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ദേഹനേട്ടം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പെരുമ്പടപ്പിനായിട്ട് ഈ താവളിയായിട്ട് 2 താവളിയാണ് ശരിക്കും പറയുന്നത്. പിടിക്കപ്പറമ്പ് താവളി, പെരുമ്പടപ്പ് താഴി എന്നാണ് പറയേണ്ടത്. പിടിക്കപ്പറമ്പിൽ താവളിയിൽ അടുത്ത കാലം വരെ ഒരു കഴിഞ്ഞതിന് മുമ്പത്തെ തലമുറ വഴി യാഗം ചെയ്യുന്നവരുണ്ട്. ഇതിൽ പെരുവനം ഗ്രാമത്തിൻ്റെ 2/3 ഭാഗവും യജുർവേദികളിൽ ബൗദ്ധായന്മാരാണ് പെരുമ്പടപ്പിൽ. യജുർവേദികളാണ് പെരുവനത്തിൽ യജുർവേദികളാണ് ബൗദ്ധായന്മാരാണ്. അതിൽ തന്നെ ബാക്കി 1/3 ഭാഗം ഇല്ലങ്ങൾ ആശ്രയരായിരുന്നു. അത് അവിടുന്ന് വന്നവരായിരിക്കാം. ഇപ്പോൾ ഈ ആശ്രയന്മാരെയും കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്കും അവരെയും കൂടി വൈദികനായി ഇപ്പോൾ പെരുമ്പടപ്പ് തന്നെയാണ് കാര്യങ്ങൾ നടത്തുന്നത്.
പെരുമ്പടപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ അനേകം ദത്ത് ഉണ്ട്. അതെല്ലാം ഒരു ഇല്ലത്തിൽ നിന്നാണെന്ന് പ്രത്യേകതയുണ്ട്, പല ഇല്ലങ്ങളിൽ നിന്നുമല്ല. അതുപോലെ കപ്പിളിഞ്ഞാണ് ദത്തൊന്നുമില്ലാത്ത ശരിക്കുള്ള പരമ്പരയാണ് കപ്പിളിഞ്ഞാട്. കൂട്ടത്തിൽ പറയാവുന്ന കാര്യമാണ് പെരുമ്പടപ്പിലെ ഈ ആഹിതാത്മികൾ അഗ്നിഹോത്രം അനുസ്യൂതം ഒരു തലമുറയും തലമുറയില്ലാതെയുണ്ട് ഇപ്പോഴും നടന്നു വന്നിരുന്നത്. ഇപ്പോഴും അവസാനത്തെ ആളുകൾ കഴിഞ്ഞ വർഷം ത്യാഗം ചെയ്തിട്ടുള്ള ആരോഗ്യ പദ്ധതി ആ ഇല്ലത്തെ അത്രേ ഒരു ഗ്യാപ്പും ഇല്ലാതെയുണ്ട് അഗ്നിഹോത്രം നടന്നു. ഇനി എരിഞ്ഞാലക്കുടയ്ക്ക് കഴിഞ്ഞു കടന്നു. എരിഞ്ഞാലക്കുട ഗ്രാമത്തിൽ ഭൂരിപക്ഷവും യജുർവേദവും ബൗദ്ധായനന്മാരാണ്. ചില ഇല്ലങ്ങൾ മാത്രം 10ഓ 11ഓ ഒറ്റ ഇല്ലങ്ങൾ ഉള്ള പോകുന്നു. ബാധൂലകന്മാരില്ല, എണ്ണം പ്രത്യേകമൊന്നുമില്ല. യജുർവേദത്തിൽ തന്നെ 2 വിഭാഗങ്ങളാണ്, ബൗദ്ധായനന്മാരും ബാധൂലകന്മാരും. കുറച്ച് ഇല്ലങ്ങൾ മാത്രമേ ബാധൂലകന്മാർ ഉള്ളൂ. പേരിന് 10ഓ 12ഓ ഇല്ലങ്ങൾ ആശ്വലായനന്മാരും ഉണ്ട്. പകഴിയില് ആശ്വലായനാണ്. എരിഞ്ഞാലക്കുട ഗ്രാമത്തിൽ സ്ഥിരമാണ്. ഭൂരിപക്ഷവും ബൗദ്ധായന്മാരാണ് എരിഞ്ഞാലക്കുട ഗ്രാമത്തിൽ. ആ ഗ്രാമത്തിൻ്റെ ഉണ്ടായിരുന്ന ഐതിഹ്യമൊക്കെ മറ്റൊരു വശം. ഈ എരിഞ്ഞാലക്കുട ഗ്രാമത്തിൻ്റെ വൈദികനാണ്, യാഗം ചെയ്യുന്ന വൈദികനാണ് കൈമുക്ക്. യാഗം ചെയ്യിക്കുന്ന അല്ലെങ്കിൽ യാഗം ചെയ്യാത്ത മറ്റുള്ളവരെ കൂടി യാഗം ചെയ്യിക്കുന്ന വൈദികനാണ് പന്തൽ. പന്തലും പഴയ പന്തലല്ല, കിഴക്കണിയുടെ എന്നൊരു ഇല്ലത്ത് നിന്ന് ഇരുന്നവരാണ്. ദത്താണ്, പൂർണ്ണമായ ദത്താണോന്ന് അറിയില്ല, ഇരുന്നവരാണ് ഇന്നുള്ള പന്തൽ വൈദിക കുടുംബം. അവര് യാഗം പണ്ട് ചെയ്യാറില്ല. പക്ഷെ ഈ കിഴക്കേടത്തിന് യാഗാധികാരം എന്തായാലും ഇപ്പം പന്തലിനോട് യാഗം ചെയ്യാം. കൈമുക്കിന് യാഗമുണ്ട്. അത് അനവധി കാലമായിട്ട് മിക്കവാറും ഈ കഴിഞ്ഞൊരു തലമുറയാണ് അതുകൊണ്ടൊരു ഗ്യാപ്പ് വന്നത് ഹോട്ടൽ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. വ്യക്തമായുള്ള രേഖകൾ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതാണ് നമ്മളെ ബാധിക്കുന്ന ഏറ്റവും അടുത്തുള്ള ഈ 3 ഗ്രാമങ്ങളുടെയും വൈദികന്മാരെ കുറിച്ച് സാമാന്യമായി പറയാം. പെരിന്തല്ലൂർ അവിടെ വിശദീകരിക്കുന്നില്ല. പൊടയൂരുമാരാണ് 2 പൊടയൂര്, ഇരുവേശി പൊടയൂരും നടുവിലത്ത് പൊടയൂരും. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കാട്ടോ, നടുവിലത്ത് പൊടയൂരും നല്ല ഉറപ്പിച്ച് പറയാം. 2 ഇനങ്ങൾക്കാണ് നടുവിലത്ത് പൊടയൂരും ഇരുവേശി പൊടയൂരുമാണ് പെരിന്തല്ലൂർ ഗ്രാമത്തിലെ വൈദികന്മാർ. അതില് നടുവിലത്ത് പൊടയൂര് യാഗം ചെയ്യിക്കുന്നു, സ്വയം ചെയ്യാറില്ല. മാത്രമല്ല അദ്ദേഹം സ്മാർത്തനും കൂടിയാണ്. സ്മാർത്തൻ എന്ന വാക്കിന് വേറെ അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഇരുവേശി പൊടിയൂര് യാഗമുള്ള ആളാണ്. 10 പൊടിയൂരുമാരുണ്ടായിരുന്നതിൽ 4 താവഴി മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. ഒന്ന് നേരത്തെ പറഞ്ഞ നടുവിലത്തെ പൊടിയൂരും ഇരുവേശി പൊടിയൂരും. പിന്നെ പൂന്തോട്ടത്ത് പൊടയൂര്, ഇടവലത്ത് പൊടയൂര്. രണ്ടും കൂടി കളിപ്പറമ്പിലുണ്ട്. 21 ദേശക്കാരൻ നേരത്തെ പറഞ്ഞ പോലെ മേപ്പള്ളി നമ്പൂരിയാണ് അവരുടെ വൈദ്യം. ഇവിടെ നേരത്തെ ഒന്ന് സൂചിച്ചാക്കേണ്ടതുണ്ട്. എരിഞ്ഞാലക്കുട ഗ്രാമത്തില് നേരത്തെ പറഞ്ഞു കൈമുക്കും പന്തലുമാണ് ഇപ്പോൾ വൈദികന്മാരുള്ളത്. അവിടുത്തെ ബാധൂലകന്മാരുടെ
വൈദികനായിട്ട് കോവാട് എന്നും കോണല്ലൂര് കണ്ടില്ലേ? കോവാട്, കോണല്ലൂർ. യജുർവേദികളില് ബാധൂരക സൂത്രം സ്വീകരിച്ചിട്ടുള്ളവരുടെ വൈദികന്മാരായിട്ട് കോവാടും കോണല്ലൂരും. കോവാട് മഹായോഗ്യനായിട്ട് ഒരു നൂറ്റാണ്ട് മുമ്പ് മഹായോഗ്യനായിട്ട് ആളുണ്ടായിരുന്നു പ്രദേശം. എന്നാൽ രണ്ട് ജില്ലകളിൽ നിന്ന് അന്യം നിന്നു. ഇപ്പം ആ സ്ഥാനം പിന്നീട് ഈ ഇവിടെ അന്യം നിന്നപ്പോൾ കടകശ്ശേരി നമ്പൂരിയാണ് ആ സ്ഥാനത്തേക്ക് വന്നത്. ഇപ്പോൾ നടത്തുന്നത് അവിടെ നിന്ന് ആളില്ലാതെ ഉണ്ടായി. ഇപ്പോൾ വൈദിക വൃത്തി കഴിഞ്ഞ് വാദ്യാപ്രവൃത്തിയൊക്കെ നടത്തുന്നത് പന്തലാണ്. അപ്പോൾ ഈ കോവാടും, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് കോവാടും കോണല്ലൂരും ആയിരിക്കാം എരിഞ്ഞാലക്കുട ഗ്രാമത്തിൻ്റെ വൈദികന്മാർ. പിന്നീട് പന്നിയൂരിൽ നിന്നുള്ള കുടിയേറ്റത്തോട് കൂടിയിട്ട് കൈമുക്കിൻ്റെയും പന്തലിൻ്റെയും കീഴിൽ അനേകം ആളുകൾ, പന്നിയൂരിൽ നിന്നുള്ള അനേകം ഇല്ലങ്ങൾ കയറി വന്നപ്പോൾ അവരുടെ വൈദികനായിട്ടുള്ള കൈമുക്കും പന്തലും, കാരണം കൂടുതൽ അംഗസംഖ്യ അവർക്കാണുള്ളത്. അങ്ങനെ അവരും അവരുടെ ശിഷ്യന്മാരും ചേർന്ന് നല്ലൊരു പണ്ഡിത കേന്ദ്രമായി തീർന്നു ഇരിഞ്ഞാലക്കുട. അപ്പോൾ ഈ വന്നവരുടെ വെളിച്ചം അധികമായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളെ വിളിച്ചൊന്നും അല്പം മന്തി പോയിട്ടുണ്ടായില്ല. അങ്ങനെയാണ് കോവാടിനും കോണല്ലൂരിനും അല്പം ക്ഷീണം ഉണ്ടായി. പിന്നെ അന്യം നിൽക്കാൻ കാരണത്തായിരിക്കും ആളൊന്നുമില്ല. അതിനെന്താണെന്ന് വെച്ചാൽ ഈ കൈമുക്കിൻ്റെ പന്തലിൻ്റെയും പൂർവിക ഗൃഹം പാലക്കാട് ഭാഗത്താണ് എന്നാണ് പറയുന്നത്. തിരുവില്ല എന്ന ആ ഭാഗത്തുള്ള ഗായത്രി പുഴയുടെ തീരത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പരസ്പരം ബന്ധിപ്പിക്കാവുന്ന ഇവിടെ നമ്മൾ കുടിയേറ്റം കഴിഞ്ഞപ്പോൾ ഒരു അവർ ശിഷ്യന്മാരും ചേർന്ന് ബോധായന്മാരെല്ലാവരും ചേർന്ന് പോയപ്പോൾ അവർക്ക് അവരുടെ പാണ്ഡിത്യത്തിൻ്റെയും അവരുടെ കഴിവിൻ്റെയും അടിസ്ഥാനമാക്കി അവരുടെ എന്താണ് അവരുടെ വലിയ അംഗീകാരം അവർക്ക് നേടാൻ കഴിയുന്നത് ഊഹിക്കാം. ഏതൊരു വ്യക്തിയായാലും വൈദികനായാലും ഒരിക്കലായാലും ഇതൊക്കെ ഒന്നും ശ്രദ്ധിക്കാറുള്ളത് സുപ്രഭാതത്തിൽ വരുന്ന വൈദിക യോഗ്യന്മാരായതല്ല. ഇന്ന് നമ്മളൊക്കെ വളരെ ആദരവോടെ കാണുന്ന പന്തൽ മുന്നേറ്റം കേരളത്തിൽ പക്ഷേ എല്ലാവരും എന്താ പറയാ വേദ ഇതൊന്നും വ്യത്യാസമില്ലാതെ കാണുന്നത്. ആ വ്യത്യാസം അദ്ദേഹത്തിന് നിരന്തര തപസ് കൊണ്ടാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ചെറിയ കുട്ടിയായതുകൊണ്ട് അച്ഛൻ്റെ അടുത്തുനിന്ന് നിരന്തരമായ അഭ്യാസത്തിലൂടെ ആണ് ഇത്രയും കാര്യം അദ്ദേഹം നേടിയിട്ടുള്ളത്. അങ്ങനെ ഓരോ വൈദികന്റെ കുടുംബത്തിലും പ്രഗത്ഭന്മാരായിട്ടുള്ളവർ ആള് നോക്കിയാൽ കാണാം അവരുടെ ഉപാസനയുടെ മഹത്വം. തെക്കാടിനെ സംബന്ധിച്ച് എവിടൊക്കെ ശ്രമിക്കുവാനാണ് വല്ലഭക്തിയുടെ മുത്തശ്ശൻ തീരി ചമാർത്തം കഴിയും ഒരു കൊല്ലം ധൈര്യത്തിൽ അടുത്തൊന്നല്ല സുഖത്ത് ഭജനുണ്ടായിട്ടുണ്ട്. വേനൽക്കാലത്ത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന നേദ്യത്തോടലാണ് വേറൊന്നും വേറെയും പോയി. ആ ഭജനയുടെ ആണ് ഒരു ഊർജത്തിന്റെ സ്രോതസ് കൃഷ്ണാമൂർത്തി. തെക്കാടും ഇപ്പോൾ കഴിഞ്ഞ ഈ അത്തയുടെ മരിച്ചുള്ള അവരൊക്കെ അച്ഛനും മുത്തശ്ശനൊക്കെ ശുഭത്ത് ഭജനുണ്ടായിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഓരോ ഗ്രാമത്തിലും വൈദികന്മാർ ശ്രേഷ്ഠന്മാരായിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഉപാസനയുടെയും അല്ലെങ്കിൽ അവരുടെ ആ ത്യാഗ ബദ്ധമായ പഠനത്തിലൂടെയുമാണ് അവര് യോഗ്യത നേടിയിട്ടുള്ളത്. അല്ലാതെ കൊണ്ട് വെറുതെ അങ്ങോട്ട് യോഗ്യരാകില്ല എന്നത് വളരെ വ്യക്തത. എന്താ വൈദികന്റെ വൈദികൻ എന്നുള്ള സ്ഥാനത്തെ മഹത്വം റിപ്പോർട്ടിൽ പറയുന്നു. ഇത് പലരും ഇപ്പോൾ വ്യാഖ്യാനിക്കുന്ന രീതി വേറൊരു രീതിയിൽ കേൾക്കാറുണ്ട്. തമ്പ്രാക്കളാണ് സുപ്രീം.
എല്ലാ ഗ്രാമത്തിലും തമ്പ്രാക്കളുണ്ടാവും. അതിൽ ആളവാഞ്ചേരി തമ്പ്രാക്കൾക്ക് പ്രത്യേക മഹത്വമുണ്ട്. മഹത്വമുണ്ടായത് നേത്രനാരായണൻ എന്ന് പറയാൻ ഇങ്ങനെ എന്താ ഭഗവാനെ നേരിട്ട് കാണാനുള്ള യോഗ്യത ഉണ്ടായതുകൊണ്ട് നേത്രനാരായണനായിരുന്നു. ഏഴത്തോളം അഗ്നിഹോത്രിയുടെ 99 യാഗങ്ങളിലും ഋത്വിക്കായതുകൊണ്ടാണ്. അപ്പോൾ അത് തപസ്സിന്റെ ഫലമാണ്. ആ കുടുംബത്തിലുള്ള യോഗ്യന്മാരായിട്ട് അത് പോയി. ഇപ്പോഴത്തെ അവസാനത്തെ ആൾക്കുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അതിന് മുമ്പത്തെ ആൾക്ക് അത്ര ഉണ്ടെന്ന് പറയുന്നില്ല. അതിന് മുമ്പത്തെ ആളെ അവിടെ പോയി അന്വേഷിച്ച് നോക്കിയറിയാം. ഒരു ജ്യേഷ്ഠനില്ലത്ത് വിവാഹം കഴിച്ച് കാർഗസ്ഥ ജീവിതം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അറിവ് ഏത് ശ്രൗത ഇത് പഠിക്കുക അങ്ങനെയുള്ള പാരമ്പര്യം കൊണ്ടാണ്, ആ അറിവ് നേടിയത് കൊണ്ടാണ് അതുകൊണ്ട് കൂടിയാണ് അവർക്ക് മഹത്വം ഉണ്ടാകുന്നത്. അപ്പോൾ തമ്പ്രാക്കൾക്ക് ഇവരുടെയൊക്കെ ഞാൻ ഇവരൊക്കെ ചോദിച്ചാൽ പറയുന്നത് അങ്ങനെ ഒരു വേർഷൻ അവിടെ കണ്ടിട്ടില്ല. പക്ഷെ തമ്പ്രാക്കളെ എല്ലാവരും അംഗീകരിക്കണം. അതായത് രാജാക്കന്മാരെ സദസ്സിൽ പോയാൽ അയ്യട്ട് വാശിക്ക് സാവധിക്കാരും വേണം, തൃപ്പൂണിത്തുറയിലും വേണം, തിരുവനന്തപുരത്തായാലും വേണം, തമ്പ്രാക്കൾ വേണം. അപ്പോൾ തമ്പ്രാക്കൾ അവരും കൂടി ബഹുമാനിക്കുന്ന തമ്പ്രാക്കൾ. അങ്ങനെയാകുമ്പോൾ ഒരു ഉയർന്ന സ്ഥാനം തമ്പ്രാക്കൾക്ക് ഉണ്ടെന്നല്ലാതെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഒരു അവസാന വാക്ക് പറയാൻ തമ്പ്രാക്കൾക്ക് റോളുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ച വൈദികന്മാരാരും പറയുണ്ടായിട്ടില്ല. അപ്പോൾ പുതിയ വേഷം അങ്ങനെ വരുന്നുണ്ട്. നമുക്ക് നന്മയെ അംഗീകരിക്കാം, തോന്നുന്നില്ല. പിന്നെ ഇത്തരം സംശയങ്ങൾ വരുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ തെക്കാടിൻ്റെ പുസ്തകത്തിൻ്റെ കാര്യം, അനേകം സംശയങ്ങൾ വരുമ്പോൾ ചോദിക്കും. ഈ വൈദികന്മാരുടെ ഇല്ലങ്ങളിലൊക്കെ ഒരു പണ്ഡിത സദസ്സ് ഉണ്ടായിരുന്നു. ഒരു ഔദ്യോഗിക ബോഡിയല്ല, അവിടെയാണ് ആശ്രിതന്മാർ, അവരുടെ ഗുരുനാഥന്മാർ, അവരവിടെ എഴുതുന്നു. അവർ ചർച്ച ചെയ്യും കാര്യങ്ങൾ. സംശയം വന്നാലും അവിടെ വന്നാൽ വേറെ പറയാം, ഇടവനെ എത്തി ഇങ്ങനെ സംശയം ഉണ്ടെന്ന്. അപ്പോൾ ഉടനെ മറുപടി കിട്ടില്ല. ഏട്ടനോട് ചോദിക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ അനിയനോട് ചോദിക്കട്ടെ. ഇപ്പോൾ തെക്കാട് എനിക്ക് പ്രത്യക്ഷ അനുഭവമല്ല. കേശവൻ തെക്കാടും വലിയ തെക്കാടുള്ള സമയത്തൊക്കെ ഒന്നിച്ചുള്ള സമയത്താണ്. അതുപോലെ സംശയം ചോദിക്കാൻ ആൾക്കാർ വന്നിട്ടുണ്ടാവും. എന്നാൽ ഉടനെ മറുപടി പറയും, ഏട്ടനോട് ചോദിക്കട്ടെ. അവർ തമ്മിലൊരു ധാരണ. അവിടെ പിന്നെ മിക്കവാറും 3 or 4 ആ ഗ്രാമത്തിൽ യോഗ്യന്മാരായ പണ്ഡിതന്മാരുണ്ടാവും. എങ്കിലും ആശ്രിതന്മാരായിട്ട് അതല്ലെങ്കിൽ അവരൊക്കെ ഗുരുനാഥന്മാരായിട്ട് ഒക്കെ അവിടെ അവർ ഒരു ഹോംവർക്ക് ചെയ്യില്ല. മിക്കവാറും പെട്ടെന്ന് മറുപടി വേണ്ടതിനൊക്കെ വേറെ നിവൃത്തിയുണ്ടാവില്ല. അല്ലാത്ത കാര്യങ്ങളൊക്കെ ആ ഹോംവർക്കിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അതൊന്ന് അവർ കൂടിയാലോചനയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും പറയാം. പക്ഷെ പറയാൻ തെറ്റാട് വേണം. തെറ്റാടിൻ്റെ വായ കിട്ടിയാലേ നമുക്ക് പ്രമാണമാവും. അത് നെറൂക്കിൻ്റെ വായ കിട്ടിയാലേ പ്രമാണമാവും. അതിനും ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെയും ആ കാലത്തു നിന്നൊക്കെ ശുഗരി ഗ്രാമത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം ആദരിച്ചിരുന്ന പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു ഏർക്കര. ഒരു തർക്കവാർക്കുണ്ടാവുന്ന കാര്യം. ഈ ഏർക്കര ഒരു പലപ്പോഴും ഏർക്കരടുത്തൊന്നും ചോദിക്കുന്നത് കണ്ടിട്ടില്ലേ? ചോദിച്ചാലും എനിക്കാവും വേണ്ടി വരാം. തെക്കാടിനോട് കൂടി ഒന്ന് പോയി ചോദിച്ചോളൂ. വിധിക്കാൻ ഞാനാളില്ല, എനിക്ക് വിധിക്കാൻ അധികാരമില്ല. വിധിക്കാനുള്ള അധികാരം തെക്കാടിനെയാണ്. തെക്കാടിനോട് ഇങ്ങനെയാണ് വേണ്ടി വരിക. തെക്കാട് പക്ഷെ കമ്മ്യൂണിക്കേഷൻ വേറെ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ മനസ്സിലായി. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താ വേണ്ട തീരുമാനിക്കാൻ ഒരുപക്ഷെ ആശയവിനിമയം നടത്തിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ പെട്ടെന്ന് വേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ തെറ്റാട് ആളെ അയച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവും, ആലോചിക്കാനും ചെയ്യില്ല. അപ്പോൾ വിധിക്കുക വായെന്ന് വരുന്ന തെറ്റ് ആ ഇല്ലത്തൊരു വ്യക്തിയിലാണ് എന്ന് ഏർക്കര പറയുന്നത് കേട്ടിട്ടുണ്ട്. വിധിക്കാൻ വേണം, എനിക്ക് വിധിക്കാൻ അറിയാറില്ല. അപ്പോൾ ആ തറവാട്ടിൽ ജനിച്ചാൽ അതൊരു പ്രാധാന്യം കിട്ടും. ഇത്തരം കാര്യങ്ങളിലൊക്കെ അവസാനമാക്കെ വൈദികൻ. ഇതാണ് വൈദികന്മാരെ കുറിച്ച് സാമാന്യേന ഒന്ന് പറയാം. ഈ യാഗാദി വിഷയങ്ങൾ വരുമ്പോൾ അത് കൂടുതൽ പ്രസക്തമായി വരും. ഈ ഇവർ തമ്മിൽ തന്നെ കണക്ഷൻ, വൈദികന്മാർ തമ്മിൽ തന്നെ ഇന്നത്തെ പോലെ തന്നെ പണ്ട് കണക്ഷൻ ഉണ്ടായിരുന്നു. കാര്യം ഈ
പോവാട് ഉണ്ടല്ലേ, പോവാടിന് പല ഗ്രന്ഥങ്ങളുണ്ട്. പോവാട് തെക്കാനും കൂടിക്കാണ് പണ്ടെന്നോ 200 250 കൊല്ലങ്ങൾക്ക് മുമ്പേ എരിഞ്ഞാലക്കുട ഗ്രാമത്തിൽ ഒരു അഗ്നി നടത്തിയത് പറഞ്ഞതാണ്. അവർ തമ്മിൽ എന്തോ ഒരു പുരുഷബന്ധനം ഈ പോവാടും തെക്കാനും കൂടി അന്നത്തെ ചോട്ടൽ. അപ്പോൾ അന്നും മറ്റേ ഗ്രാമക്കാരനല്ലേ, അത് വാതുവരകനല്ലേ എന്ന് വേർതിരിവുണ്ടായിരുന്നില്ല. അറിവിനെ ആദരിക്കുന്ന ഒരു സമ്പ്രദായം അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണാനില്ല. ഇപ്പോൾ എല്ലാ വൈദികന്മാരും പരസ്പരം ആലോചിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇടക്കാലത്ത് വെച്ചാൽ എല്ലാ സംരംഭത്തിലും എല്ലാ വിഭാഗത്തിലും ഉണ്ടാവും. ഇടക്കാലത്ത് കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, തീർത്തുകൂത്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഇല്ലാന്ന് പറയണമെന്നില്ല. അത് വേറെ വിഷയം. ഇതാണ് സാമാന്യേന വൈദികന്മാരെ കുറിച്ച് ഉള്ള ഒരു ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ വൈദികന്മാർക്ക് പ്രധാന ചുമതല ഞാൻ പറഞ്ഞില്ലേ, ഈ യാഗാദികൾ സ്മാർത്ത ക്രിയകളൊക്കെ അതായത് ഇല്ലങ്ങളുടെ ഓദിക്കന്മാർ നടത്തിക്കും. അവിടെ വൈദികന്മാർക്ക് മേൽനോട്ടം എന്നാൽ സൗദ ക്രിയകൾ വരുമ്പോഴേക്കും അവർക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കാറുണ്ട്. ഈ വൈദികന്മാരുടെ ഇടയിൽ തന്നെ നമ്മുടെ പഴയ ആചാരങ്ങളിൽ ഈ ചുവരും ഗ്രാമത്തിലെ വൈദികന്മാർക്ക് കുറച്ചധികം മുൻതൂക്കം നൽകാറുണ്ട്. അതിൽ തന്നെ അഗ്നിഹോത്രമുള്ള അത് യാഗം ചെയ്യുന്ന വൈദികന് ഒരു പ്രാമാണ്യവും നമ്മൾ നൽകി വരാറുണ്ട്. അപ്പോൾ എവിടെയും മുന്നിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കിട്ടുന്നത് അഗ്നിഹോത്രമാണ് അഭിജാത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായിട്ട് പഴയ കാലത്തും കണക്കാക്കി വന്നിട്ടുണ്ട്. അവിടെ ഒരേ ഗ്രാമത്തിലുള്ള പ്രകടാവുക ഈ വ്യത്യസ്തകാല സമയത്തും അല്ലെങ്കിൽ ഊണ് കഴിക്കുന്ന സമയത്തൊക്കെയാണ് സാധാരണക്കാരെ സംബന്ധിച്ച് പ്രകടാവുക. ആരെയാണ് മുന്നിൽ മാന്യസ്ഥാനത്ത് എത്തുന്നത്, ഇവരൊക്കെ വരുമ്പോൾ ആരെയാണ് മാന്യസ്ഥാനത്ത് എത്തുന്നത്, ഇതൊക്കെ ചർച്ച വരും. അപ്പോൾ അതിനൊക്കെ വരുമ്പോൾ ഇത്തരം വേർതിരിവുകളോ അല്ലെങ്കിൽ ഇത്തരം ക്രമീകരണങ്ങളൊക്കെ നടത്താറുണ്ട് അവിടെയാണ്. അവിടേക്കാണ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ മുളച്ചു വരാം. ഇതാണ് വൈദികന്മാരുടെ ഇനി എന്താണ് ശ്രൗത പാരമ്പര്യം, അതുകൂടി സൂചിപ്പിച്ചു കൊടുത്തേ. നമ്മുടെ കർമ്മങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രുതികളെയും അടിസ്ഥാനപ്പെടുത്തിയതിന് സ്മാർത്ഥം എന്ന് പറയും. ശ്രുതികളെ അടിസ്ഥാനപ്പെടുത്തിയ വേദം മാത്രം ബേസാക്കിക്കൊണ്ടുള്ളതിന് ശ്രൗതം എന്ന് പറയും. ഗർഭാധാനാദി അജ്ഞാധാന വരെ ഉള്ള 15 കർമ്മങ്ങൾ സ്മൃതി വിഹിതങ്ങളാണ്. ആധാനം തനയസ്യ ഉത്സവവിധി സീമന്തജാതാഹ്വയോ വിഷ്ടാമോന്നവിധി ക്ഷുരോപനയനേ ത്രീണിവ്രതാനി ക്രമാൻ ഗോദാനന്ദ സമാപനം പ്രതവിധേയ പാണിഗ്രഹോഗ്നിയാവിധി വിപ്രാഗേർ വിഹിതാ ശ്രുതൗ നിഗദിതാ ക്രിയാ. അപ്പോൾ ഗർഭാധാനം, പുംസവനം, സീമന്തം, ജാതകർമ്മം, നിഷ്ക്രമണം, അന്നദാനം, ഉപനയനം, ചൗളം, ഉപനയനം, ഉദയകാലത്ത് 3 വ്രതങ്ങൾ, ഗോദാനം, അതിൻ്റെ സമാവർത്തനം, വിവാഹം, അഗ്നിയാധാനം. ഇതിന് അവസാനത്തെ 16ാമത്തെ കർമ്മമാണ് അഗ്നിയാധാനം. ഇതിന് തെറ്റായിട്ട് പലരും അന്ത്യേഷ്ടി എന്ന് വ്യാഖ്യാനം. അത് അപര ക്രിയകളിൽ പെട്ടതാണ്. അപ്പോൾ അഗ്നിയാധാനം തന്നെയാണ് നമ്മുടെ ഷോഡശ കർമ്മങ്ങളിൽ അവസാനത്തെ കർമ്മം. ഗർഭാധാനാദികളായുള്ള 4 സംസ്കാരങ്ങൾ പൂർണ്ണതയ്ക്ക് വേണ്ടി, ഗർഭത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ്. അതൊന്നും വിഷയമില്ലായിരുന്നു. വേറെ അവസരത്തിൽ
അയ്യപ്പമാണ്. ഏതായാലും അവസാന 16ാമത്തെ ക്രിയയാണ് അഗ്നിയാധാനം. ഈ അഗ്നിയാധാനം ഒരേ സമയം സ്മൃതി വിഹിതവുമാണ്. രണ്ടും ചേർന്നതാണ്. ശ്രുതിയും സ്മൃതിയും ചേർന്നതാണ് എന്ന് പറയും അഗ്നിയാധാനം. ആധാരം എന്നാണ് നമ്മുടെ നാട്ടിൽ സാധാരണ പറയുന്ന വാക്ക്. അത് ശരിക്കും വാക്ക് അഗ്നിയാധാരമാണ്. അഗ്നിയാധാനം എന്ന ക്രിയ 2 ദിവസമായിട്ടാണ് നടത്തേണ്ടത്. അതിൽ പകുതി ഭാഗം സ്മൃതി വിഹിതമാണ്, ബാക്കി ഭാഗം ശ്രുതി വിഹിതമാണ്. അപ്പോൾ സ്മാർത്തവുമാണ് ശ്രൗതവുമാണ് എന്ന് പറയും. ഈ 16 ക്രിയകളും ഒരു വ്യക്തിയെ പരിപൂർണതയിൽ എത്തിക്കാനുള്ളതാണ്. ആദ്യം പറഞ്ഞ പോലെ നാളെ അങ്ങനെ ആയിക്കോട്ടെ എന്നങ്ങനെ ഒരു വ്യക്തിക്ക് തോന്നിയിട്ടുള്ള ഒരു വിധിയോ നടപ്പാക്കലോ അല്ല നമ്മുടെ ഒരു കർമ്മത്തിൻ്റെയും അടിസ്ഥാനം എന്ന് നമ്മളെങ്കിലും ധരിച്ചു വെക്കണം. ഇപ്പോൾ ഇല്ലാതെയുണ്ടായതാണ്. ഓരോ കർമ്മം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിൽ ഉപയോഗിക്കുന്ന മന്ത്രങ്ങൾ, അതിലുള്ള കർമ്മങ്ങൾ, തന്ത്രങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് അത് പരിശോധിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ മഹത്വം എത്ര കണ്ടുണ്ട് എന്ന് മനസ്സിലാവും. ഇപ്പോൾ ഓദിക്കുന്നത് ചെയ്യണം, എന്താ ചെയ്യണം എന്നുള്ളത് പക്ഷെ ഒരിക്കലും വഴിയുണ്ടാവില്ല, ചെയ്യണം എനിക്ക് വഴിയുണ്ടാവില്ല. ഒരു കർമ്മ ജടിലമായി പോയി കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഉണ്ടായുള്ള അവസ്ഥ ഈ നൂറ്റാണ്ട് ഇതുവരെയുള്ള അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഓരോന്നും നമ്മളെടുത്ത് പരിശോധിക്കാനാണ്. എന്തിനാണ് ഗർഭാധാനം നല്ല സമയത്ത് വേണമെന്ന് പറയാൻ കാരണം പുംസവനാദികളായ കഴിവും നല്ല ആ ഉണ്ടായ ബീജത്തിനെ ഏറ്റവും ശ്രേഷ്ഠമായി വികസിപ്പിച്ചു കൊണ്ടുവരേണ്ട കർമ്മങ്ങളാക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഓരോന്നും എടുത്ത് പരിശോധിക്കുക. നമ്മൾ അതിന് തയ്യാറാവും. ഇന്നത്തെ സമൂഹത്തിനുണ്ടായിട്ടുള്ള ഒരു ലോകങ്ങളിൽ ഒന്നതാണ് നമ്മൾ ആരും നോക്കുന്നില്ല. പ്രത്യേകിച്ച് യുവാക്കൾ അതിന് വിമുഖരാവാൻ കാരണം നമ്മൾ തന്നെയാണ്. വേറായും പുറമെ ഒരു വിഭാഗത്തെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെയാണ് അന്ധമായിട്ട് അതിനെ എതിർത്തു. അതിന് സത്യാവസ്ഥ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. പരിശോധിക്കാനും അതിൻ്റെ ആ താത്വിക വശങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യാനും യഥാകാലം പണ്ഡിതന്മാരുണ്ടായിരുന്നില്ല. മണ്ഡലം ചെയ്യാം. അച്ഛൻ ചെയ്തു, മുത്തശ്ശൻ ചെയ്തു, ഞാനും ചെയ്യണം എന്നത് വിട്ടിട്ട് പിന്നെ എന്താ അങ്ങനെ ചെയ്യാനുള്ളത്? ആ ധ്വനിയുണ്ട്, ആ ചോദ്യത്തിൽ 2 ധ്വനിയുണ്ട്. ഒന്ന് നിഷേധാത്മകമായിട്ട്, ഒന്ന് പോസിറ്റീവായിട്ട്. എന്താ അറിയാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ അവസാനത്തൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്തിനാ പറഞ്ഞ ചെയ്യണം? നിഷേധാത്മകമായിട്ട്. ഒരു 5% പോലും പോസിറ്റീവായിട്ട് എന്തിനാ സന്ധ്യാവന്തരം ചെയ്യാറ് എന്ന് 950 പേർക്ക് ഒരു കുട്ടിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഉണ്ണിയും പോലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ സന്ധ്യാവന്തരം ചെയ്യണം? എന്തിനാ 2 നേരമെങ്കിലും പോസിറ്റീവായിട്ടാ പറഞ്ഞു. അതെന്തിനാ ചെയ്യണം ചോദിച്ചിട്ടുണ്ടാവും. അത് വേറെ വിഷയം. അപ്പൊ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളതാണ് ഈ ഇത്തരം. പിന്നെ നമ്മളിപ്പോൾ വരവിച്ചിട്ട് കാര്യമൊന്നുമില്ല, സംഭവിക്കാൻ വിലയില്ല എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ തന്നെ ഇല്ലണ്ടേ പോട്ടെ. അപ്പൊ ഈ അഗ്നിയാധാനത്തോട് കൂടിയിട്ടാണ് ശ്രവണക്രിയകളുടെ ആരംഭം. വിവാഹത്തോട് കൂടിയിട്ട് നമ്മളെന്നും അഗ്നിയെ ഉപാസിക്കുന്നവരാണ്. നമ്മൾ ഓരോ കർമ്മം എടുത്ത് നോക്കി, എല്ലാ കർമ്മങ്ങളും ഒക്കെ അഗ്നിമുഖമായിട്ട്. അഗ്നി ഇല്ലാണ്ടൊരു കർമ്മം നമുക്ക് സംഭവിക്കില്ല. എന്നും ലോകാഗ്നി ആയാലും വേണ്ടില്ല, അല്ലെങ്കിൽ കൃത്യമായ സ്ഥാപിശക്തി ആയാലും വേണ്ടില്ല, അഗ്നിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. വിവാഹത്തോട് കൂടിയിട്ട് ഒരു ഗൃഹസ്ഥന്റെ ഇല്ലത്ത് വരുന്ന അഗ്നിയാണ് ഉപാസന. അത് ഒരു കുണ്ടത്തിലാണ്. ഈ ഉപാസന അഗ്നി നമ്മൾ ഭാര്യാഭർത്താക്കന്മാരിൽ ആരാണോ ആദ്യം മരിക്കുന്നത് ആ മരിക്കുന്ന വ്യക്തിയുടെ ചിതയിലേക്ക്
ഈ ഉപാസനജ്ഞാനം ഉണ്ടാവും. അവർ ധരിച്ചിട്ടുണ്ടാവില്ല. ഉപാസനത്തിൽ നിന്നാണ് അഗ്നി കൊടുക്കേണ്ടത്. ഇന്ന ഉപാസനയുള്ള ഇല്ലം ഞാൻ ഇപ്പം ആകെ 12 ഉണ്ണിയേട്ടനോട് മാത്രം ഇങ്ങനെ ഇപ്പം ആരെയും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ സ്വീകരിക്കാൻ തയ്യാറാണ്. 12 ഉണ്ണിയേട്ടൻ്റെ ഉണ്ണിയേട്ടൻ ഉപാസന പാലിക്കുന്നത്. വേറെ ഇല്ലത്തും ഉണ്ടാകുന്ന ഇവ കൗമിക്കുണ്ടോ ഇല്ലാന്നാണ് കുറച്ചുകാലൊക്കെ ഉണ്ടായിരുന്നു. ഈ ഉപാസനാഗ്നി അവിടെ ഒന്നുകൂടി സൂചിപ്പിക്കാണ്ട് ഇന്ന് ഈ വിവാഹത്തിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ആർഭാടങ്ങൾ എന്തെല്ലാം ചെയ്യുന്നു. ഒരു വ്യക്തിയുടെയും വിവാഹത്തെ പൂർണ്ണമായിട്ടില്ല. ഒരു വ്യക്തിയുടെയും വിവാഹങ്ങൾ പൂർണ്ണമായി എന്ന് വെച്ചാൽ വിവാഹക്രിയ പൂർണ്ണമാണെങ്കിൽ 2ാം ഹോമം കഴിയും. നെല്ല് തീയിലായാലേ പെണ്ണ് കയ്യിലാവുള്ളൂ. 2ാം ഹോമം കഴിഞ്ഞ് ഉപാസനം കഴിഞ്ഞാൽ മാത്രമേ വിവാഹക്രിയ പൂർണ്ണമാകും. അത് നോക്കുമ്പോൾ ഇന്ന് എല്ലാ വിവാഹങ്ങളും അപൂർണ്ണങ്ങളാണ്. 2ാം ഹോമം ചെയ്താൽ മതി. അതുണ്ടാവണില്ല. അപ്പോ ഈ ഉപാസന അന്ന് ആ 2ാം ഹോമത്തോടു കൂടി ഇല്ലത്ത് സ്ഥാപിക്കുന്ന ആ ഉപാസന എന്നാണ്. നിത്യേന ഉപാസിക്കാതെ അഗ്നി ഉപാസന. 2 നേരം ഉപാസന വേവി എന്നുള്ള ചെറിയ ഒരു 3 മിനിറ്റ് മാക്സിമം 5 മിനിറ്റ് ഇത്രയുള്ളൂ. സന്ധ്യാവനത്തോടൊപ്പം ചെയ്യേണ്ട കാര്യം അത് ഞാൻ അവിടെ എല്ലായ്പ്പോഴും ഞാൻ പറയുന്നത് ഞങ്ങൾ ഇല്ലത്തൊക്കെ ആദ്യമാരോട് ചെയ്യാം, പുറമക്കാരും ചെയ്യാം, ആർക്കും ചെയ്യാം, ആ സമയത്ത് ചെയ്യാൻ പറ്റും. ഈ ഉപാസനാഗ്നി ആ ഉപാസനാഗ്നിയെ ത്രേതാഗ്നിയാക്കി മാറ്റുന്ന കർമ്മമാണ് അഗ്നിയാധാനം. അഗ്നിയാധാനം ചെയ്താൽ പിന്നെ ആ 3 അഗ്നികളാണ്, 3 കുണ്ടങ്ങളിലാണ് അഗ്നി വിന്യസിക്കേണ്ടത്. കാര്യവൃത്യം, ആഹവനീയം, അന്വാഹാര്യം എന്ന 3 കുണ്ടങ്ങളിൽ പേര് യാഗമൊക്കെ അടുത്ത കഴിഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ 3 കുണ്ടങ്ങളിൽ അതാണ് ത്രേതാഗ്നി. അതോട് കൂടിയിട്ട് ഈ അഗ്നിയാധാരത്തോടു കൂടി ആ വ്യക്തി ആധാരം ചെയ്ത വ്യക്തി ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തപ്പെടുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. പിന്നെ അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെല്ലാം വ്യക്തിനിഷ്ഠമല്ല, സമൂഹത്തെ കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മള് ഈ വ്യക്തി സംസ്കാരം ഇല്ലങ്ങളുടെ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. കർമ്മികൾക്ക് ഇവരെ കർമ്മികളെന്നൊരു വാക്കിലാണ് എടുക്കാറ്. ഈ കർമ്മികൾക്ക് അപ്പൊ കർമ്മികളുടെ അഗ്നിഹോത്രം സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെയും ഭരണാധിപന്മാരുടെയും കടമയാണ്. അതുകൊണ്ടാണ് അവരെ ആദരിച്ചിരുത്തി അവർക്ക് ദ്രവ്യങ്ങൾ മറ്റും അവരെ ഈ സ്വാമിയായി കൊടുക്കുന്ന പോലെ തന്നെ സ്വാമിയുടെ ധർമ്മം തന്നെയാണ്. അപ്പോൾ ആ ആയുധാഗ്നികളെ കർമ്മികളെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എല്ലാ ത്യാഗങ്ങളും അനുഭവിച്ച് അഗ്നിഹോത്രം സംരക്ഷിക്കുന്നവരെ ആദരിക്കുക. അപ്പൊ അഗ്നിഹോത്രമാണ് അത് അഗ്നിഹോത്രമായി തീരുന്ന കർമ്മമാണ് അഗ്നിയാധാനം. അത് മുതൽക്ക് ഈ വൈദികന്മാരുടെ റോള് ഒന്ന് കൂടി വരും. ഇവിടെയൊക്കെ വൈദികന്മാർ പ്രധാന പങ്കുണ്ട്. അവരുടെ നിരീക്ഷണത്തിലാണ്, അവരുടെ മേൽനോട്ടത്തിലാണ് ഈ ശ്രൗത കർമ്മങ്ങളൊക്കെ നടക്കുന്നത്. അത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉപാസനാഗ്നി മരണം വരെ സൂക്ഷിക്കണം. ഈ ഭാര്യാഭർത്താക്കന്മാരിൽ ആരെങ്കിലും ആൾ മരിക്കുന്നത് ആദ്യം മരിക്കുന്ന ആളെ ശരീരത്തിലേക്ക് എന്ന് പറയണം. അതേപോലെ തന്നെയാണ് അഗ്നിഹോത്രമായത്. അഗ്നിഹോത്രവും ഇവർ 2 പേരും മരിക്കുന്നത് ആരാണോ ആദ്യം മരിക്കുന്നത് അവരുടെ ആ മരണം വരെ ഈ 2 പേരെയും പിന്നെ ബന്ധം ഉണ്ടാവുന്നതുവരെ നിലനിൽക്കുന്നവരെ അഗ്നിഹോത്രം സംരക്ഷിക്കണം. ഈ അഗ്നിഹോത്രത്തിൽ തീയാണ് അവരുടെ സംസ്കാരത്തിന് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അത്രയും ബന്ധമുണ്ട് അഗ്നിയും ഈ ഇതിന്റെ പത്നിയും യജമാനന്മാരും തമ്മിൽ നടത്തണം. പഴയ കാലത്ത് കുറെ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഇവർക്കൊക്കെ പുറത്തേക്ക് പോകാൻ പാടില്ല, പിന്നെ
നേരത്തെ പറഞ്ഞില്ലേ, വൈദികന്മാർക്ക് അതത് കാലത്ത് യുക്തമായ തീരുമാനങ്ങളും വിധികൾ നടപ്പാക്കാം. തൃശ്ശൂരിലുണ്ടായുള്ള 2003 സോയാഗ് മുതൽക്കാണ് ഈ പരിധി ഒരു മാറ്റം വരുത്തിയത്. പണ്ടൊക്കെ ഗ്രാമത്തിൽ പുറത്തു പോകാൻ പാടില്ല. ഈ ഗ്രാമത്തിൽ യജമാനൻ അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരിൽ ഒരാള് ആ ഗ്രാമത്തിൽ തന്നെ ഉണ്ടാവും. സന്ധ്യാസമയത്ത് 2 സന്ധ്യയ്ക്കും ഇത് ആരെങ്കിലും ഒരാള് ആ വാസ്തുവിൻ്റെ ഉള്ളിൽ ലിംഗത്തിൻ്റെ പരിസരത്തുണ്ടാവും. 2 പേരും കൂടി ഒരിക്കലും പുറത്തേക്ക് പോകാൻ പാടില്ല. ഇപ്പം അതിനൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് അവിടെ നേരത്തെ പറഞ്ഞ വൈദ്യന്മാരുടെ കാലോചിതമായിട്ടുള്ള ഇടപെടൽ 2003 2000 യാഗത്തിന് കഴിയുമ്പോഴേക്കാണ് ഈ പരിധി എടുത്തു കളഞ്ഞ് കേരളം മുഴുവൻ നമ്മുടെ ഒറ്റ ഗ്രാമം എന്ന സങ്കല്പത്തിലേക്ക് മാറ്റാമെന്ന് അന്ന് ഉണ്ടായിരുന്ന വൈദികന്മാരെല്ലാം ചേർന്ന് വിധിച്ചു. ഇത്തരം സന്ദർഭങ്ങളിലെ വൈദികന്മാർക്ക് അവര് പറയണം വിധി. ഞാനങ്ങനെ തീരുമാനിച്ചാൽ നടപ്പാക്കില്ല. ഇന്നും നമ്മുടെ ഇടയിൽ ധാരാളം ഇത്തരം സംഗീത ഘട്ടങ്ങളിൽ ഓരോ ഇനങ്ങളിലുണ്ടായിരിക്കാം, ഓരോ ഗ്രാമങ്ങളിലുണ്ടായിരിക്കാം. പല ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്ക് വിഘാതമായിട്ട് പല പ്രവൃത്തികളും പുതിയ തലമുറ ചെയ്തു വരുന്നു. അതിനൊന്നും വ്യക്തമായിട്ടുള്ള അടിസ്ഥാനങ്ങളില്ല, വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങളില്ല. ഇന്നാകെ പഴയ കാലത്ത് നമ്പൂതിരിമാർ ആകെ കമലയായി കിടക്കണം. ഓരോരുത്തർ സ്വയം ചിന്തിച്ചാൽ മതി. അടുത്തുള്ളവരെ ഞാൻ എൻ്റെ എല്ലാവർക്കും കാര്യങ്ങൾ കിടക്കാൻ ഞാൻ പറയണം. പഴയ ആചാരങ്ങൾ മാറ്റം വന്നു. ഇനി എന്ത് വേണം എന്ന് ഒരു വ്യക്തമായ തീരുമാനം എടുക്കാൻ വൈദികന്മാരെ വേണം. അതിനൊരു ശ്രമം ഈ വിഷയത്തിലെല്ലാം ഒരു 4 കൊല്ലം 3 കൊല്ലം മുന്നേ ഗുരുവായൂർ തന്ത്രി ശ്രമിച്ചു നോക്കണ്ടായി. സാര കാര്യങ്ങൾ കാണിക്കണം. അന്നത്തെ 4 കൊല്ലം മുമ്പ് തന്ത്രി 6 വൈദികന്മാരെ വിളിച്ചു. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് കേസാണ് ഒരു യോഗം ചെയ്യുകയും ചില നിർദ്ദേശങ്ങൾ അവരോട് പറയുകയും അവർ ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചില വൈദികന്മാരതൊന്ന് അംഗീകരിക്കാതിരിക്കുകയും ഇതൊക്കെയാണ് അവിടെ നടക്കുന്നുണ്ടെന്നർത്ഥം ഞാൻ പറഞ്ഞ. പണ്ടും ഈ പാലിയം വിളംബരം നമ്മുടെ ഇടയിലുണ്ടായൊരു മാറ്റമാണ്. പാലിയം വിളംബരം കേട്ടിട്ടുണ്ടാകുന്ന തോന്നുന്നു. മാധവജിയിലേക്ക് അടിസ്ഥാനത്തിൽ അന്ന് 4 വൈദികന്മാർ നമ്മളവിടെ പങ്കെടുത്ത് ആ രേഖയിലൊപ്പില്ല. ക്ഷേത്രപ്രവേശനം പിന്നെ ശേഷം ക്ഷേത്രപ്രവേശന വിളംബരം പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിളംബര പാലിയ വിളംബരം. ഇത്തരം തീരുമാനങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നു. അന്ന് എല്ലാ വൈദികന്മാരും യോജിച്ചില്ല. ഇതുപോലെ ഇപ്പോൾ ഇപ്പോഴും അടുത്തും അദ്ദേഹം നിർദ്ദേശിച്ച കാര്യങ്ങൾ ഏതോ 1-2 വൈദികന്മാരത് വേണ്ടത്ര സപ്പോർട്ട് ചെയ്തിട്ടാണ് കേൾക്കാൻ. ഏതായാലും നമുക്കൊരു ഇത്തരം വൈദികന്മാരുടെ ഒരു കൂട്ടായ്മയും അവരുടെ കൂടിച്ചേരലും അവരുടെ ചർച്ചയും നമ്പൂതിരിമാരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ വളരെ അത്യാവശ്യമാണ്. ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം. എന്തിനും അടിസ്ഥാനത്തു നിന്ന് മാറ്റം വരാതെയുണ്ട്. കാലോചിതമായ അതെന്നും ഉണ്ടായിട്ടുണ്ട്. അത് തെറ്റായ കാര്യമൊന്നുമില്ല. കാലോചിതമായ നമ്മൾ ശരീരത്തൊന്നുമില്ല. നമ്മുടെ ആചാരാനുഷ്ഠാനം കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് തെളിവാണ്. 1-ലധികം സ്മൃതികൾ ഉണ്ടായി എന്നുള്ളത് തന്നെ. അല്ലെങ്കിൽ ഒരു ശങ്കരന്റെ സ്മൃതിയോ ഒരു ആവസ്തംഭന്റെ സ്മൃതിയോ ഒരു മനുവിന്റെ സ്മൃതിയോ മാത്രമേ ഉണ്ടാവാൻ പാടില്ല. പിന്നെ സ്മൃതി ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എന്തുകൊണ്ട് എങ്ങനെ 1-ലധികം സ്മൃതികളുണ്ടായി? കാലാനുസൃതമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആ സമൂഹം ആവശ്യപ്പെടുക. നിയമം എങ്ങനെ ഉണ്ടാവുക? എങ്ങനെയാണ് നിയമം ഉണ്ടാവുക? കേന്ദ്ര ഭരണാധികാരിക്ക് സുപ്രഭാതം തോന്നുന്ന ഒരു കാര്യം അടിച്ചേൽപ്പിക്കുക. സമൂഹം ആവശ്യപ്പെടുകയാണ് ഇങ്ങനെ മാറ്റങ്ങൾ വരണം. ഈ സമൂഹം ആവശ്യപ്പെടുമ്പോൾ അതിനൊരു ചട്ടക്കൂട് ഉണ്ടാക്കലാണ് നിയമം. ചർച്ചകളാണ്. ഏതായാലും എനിക്ക് കിട്ടിയ അറിവ് ഞാൻ പങ്കുവെച്ച് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും വിഷയത്തിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയുന്ന കാര്യമായി പറയാം, അല്ലെങ്കിൽ ചോദിച്ചു പറഞ്ഞുതരാം. ഈ അവസരം നിന്ന് എല്ലാവർക്കും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. എല്ലാവരും പ്രാർത്ഥനകളുണ്ടാകും.